സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അറിവൊരാള് നേടിയാൽ വിവരം നിനക്കില്ലാതിരിക്കും തോറോ വിലയിൽ കുറഞ്ഞ മനുഷ്യനായി നീ മാറോ. അതല്ലേ ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾ നമുക്ക് നൽകുന്ന പാഠം? അതല്ലേ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങള്? അറിവില്ലാത്ത സമുദായമായി നമ്മൾ മാറിയാൽ നമ്മുടെ അസ്തിത്വം വേട്ടയാടപ്പെടും കേട്ടോ. ആ അറിവിലൂടെയാണ് നമുക്കെല്ലാം നേടാനുള്ളത്, ആ അറിവിലൂടെയാണ് നമുക്കെല്ലാം നേടിയെടുക്കാനുള്ളത്. മഹാനായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അവിടുന്നതാ നൽകുന്ന ഒരു ഉപദേശം കാണാ. ലൗലൽ ബുദലാഉ ലഖസഫത്തിൽ അർളു. അതേ അല്ലാഹുവിന്റെ മഹാന്മാരാകുന്ന ഇഷ്ടദാസന്മാർ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഭൂമി അങ്ങനെ തന്നെ താഴേക്ക് കണ്ടുപോകുന്നതാണ്. വലൗല സ്വാലിഹൂന ലഹലകത്തിൽ ഉമ്മ. ഈ സമുദായത്തിൽ സജ്ജനങ്ങളുടെ സാന്നിധ്യമില്ലാതെ ആയിപ്പോയാൽ ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുക്കഉ വസ്ബിയത്തും മീനൽ യതമാറുല്ലാഹ്. അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാകുന്ന സജ്ജനങ്ങളുടെ സാന്നിധ്യം സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ലഹലകത്തിൽ ഉമ്മ. ഈ സമുദായം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, ഈ സമുദായം നശിച്ചു പോകുന്നതാണ്. അതല്ലേ കേരളീയ മുസ്ലിമീങ്ങളുടെ സൗഭാഗ്യം എന്ന് പറയുന്നത്? നമ്മ വഴി നടത്താൻ ഏത് കാലത്തും നന്മയുടെ വാഹകരുണ്ടായി, നമുക്ക് നേതൃത്വം നൽകാൻ ഏത് കാലത്തും മഹാന്മാരുടെ സാന്നിധ്യമുണ്ടായി. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാന്മാര് നേടിയെടുത്ത വിപ്ലവോ വരക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെ നമുക്കിടയിൽ നിർവഹിക്കപ്പെടുകയാണ്. ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നിർവഹിച്ച നവോത്ഥാന വിപ്ലവോ കാലോചിതമായ ആ നവോത്ഥാനത്തിന്റെ നൗക ആദർശരാഹിത്യത്തിന്റെ കൊടുങ്കാറ്റിൽ ആടിയുലയുന്നത് കാണുമ്പോ വരക്കൽ തങ്ങൾക്കു ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷ പദവിയില് സയ്യിദും ആലിമുമായി വന്ന ഏക തങ്ങളല്ലേ മഹാനായ താജുൽ ഉലമ. ആ താജുൽ ഉലമ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ആ ആദർശ നൗകയെ പുനഃസംഘടിപ്പിച്ച് പടയോട്ടം നടത്തുകയാണ്. ആ പ്രബോധനധാരകളിലെല്ലാം നമുക്ക് കരുത്തു പകർന്നത് എന്തായിരുന്നു? എതിരാളികൾ നമ്മുടെ മറുഭാഗത്ത് ശക്തരാണ്. സമ്പത്തുള്ളവരും അധികാരമുള്ളവരും സ്വാധീനമുള്ളവരും ഭൗതികതയുടെ സകലമാന സ്വാധീനങ്ങളുമുള്ള ഒരു ജനത നമ്മുടെ മുന്നിൽ ഈ പ്രബോധന ദൗകയെ തടസ്സപ്പെടുത്താനുണ്ടായിട്ടുപോലോ. എങ്ങനെയാണ് നമുക്ക് വളരാൻ കഴിഞ്ഞത്? നമ്മുടെ നേതാക്കളെ സജ്ജനങ്ങൾ പാകപ്പെടുത്തിയതാണ്. മഹാനായ സി.എം. വലിയുല്ലാഹി അതേ ഏത് പ്രതിസന്ധികൾക്കിടയിലും തളരാത്തവരാണ് ഉലമാക്കള്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിറാസത്ത് ഏറ്റെടുത്ത പിന്തലമുറയാണ് പണ്ഡിതന്മാർ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്ത് കൊണ്ട് മതം പ്രബോധനം ചെയ്തെങ്കിലേ ആ ഹബീബിന്റെ മുഅ്ജിസത്തിന്റെ പിൻഗാമികളായി ഹബീബിൽ നിന്ന് വിറാസത്തായി കറാമത്ത് ഏറ്റെടുത്തവരല്ലേ മഹാന്മാർ. ആ ഉലമാക്കളാണ് ഈ രാജ്യത്ത് ഇസ്ലാം വളർത്തിയത്. 60 കൊല്ലക്കാലം, 6 പതിറ്റാണ്ട് കാലം മുഗൾ രാജാക്കന്മാരാകുന്ന മുസ്ലിം രാഷ്ട്രീയ ഭരണാധികാരികൾ ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. ആ 6 പതിറ്റാണ്ടിൽ മുസ്ലിം രാഷ്ട്രീയക്കാർ ഈ രാജ്യം ഭരണം നടത്തിയപ്പോൾ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്കുണ്ടായ ഇസ്ലാമിക പ്രബോധനം വിരളമാണ്. ഒരുപക്ഷെ അവരുടെ ആഠിത്യവും അവരുടെ പ്രൗഢിയും പ്രകടമാക്കാൻ പര്യാപ്തമായ പള്ളികൾ ആ രാഷ്ട്രീയക്കാർ ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഇസ്ലാം വളർന്നത് ഇന്നും അന്നും രാഷ്ട്രീയക്കാരിലൂടെയല്ല, ഭൗതിക നേതാക്കളിലൂടെയല്ല, ആത്മീയ നേതാക്കളിലൂടെയാണ്.
അതവർ പ്രബോധനം ചെയ്തത് ആ ഹബീബിൽ നിന്ന് വിറാസത്തായി ഏറ്റെടുത്ത കറാമത്തിലൂടെയാണ്. ആ കറാമത്താണ് ഏത് പ്രതിസന്ധികളിലും ആടിയുലയാതെ സമുദായം നശിക്കാതെ അവരെ കൊണ്ടുപോവുക എന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കളാകുന്ന മഹാന്മാർ, ആ മഹാന്മാർക്ക് അല്ലാഹു കൊടുത്ത മഹത്വമാണ്. അവർക്കൊരു പ്രതിസന്ധിയിലും ഖൗഫ് വരില്ല. അവർക്ക് എന്ത് കേട്ടാലും എന്തനുഭവിക്കേണ്ടി വന്നാലും അവർക്ക് ടെൻഷൻ വരില്ല. അതേ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ ഒരാൾ ഭയപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ എല്ലാവരും ഭയപ്പെടുന്നു. അതെ, എനിക്കും നിങ്ങൾക്കും ആനയെ പേടിയാണ്, നരിയെ പേടിയാണ്, പുലിയെ പേടിയാണ്. എന്നാൽ അല്ലാഹുവിന്റെ മഹാന്മാർ, ആ മഹാന്മാരെ ആന പേടിക്കുകയാണ്, അവരെ പുലി പേടിക്കുകയാണ്, അവരെ സിംഹം പേടിക്കുകയാണ്. മഹാനായ സയ്യിദുനാ സഫീന റളിയല്ലാഹു തആല അൻഹു തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അതാ ഒരു പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ താൻ യാത്ര ചെയ്യുന്ന കപ്പല് കടൽ തിരമാലകളിൽ പെട്ടുകൊണ്ട് തകർന്നടിയുമ്പോൾ ആ കപ്പലിൽ നിന്ന് ബാക്കി കിട്ടിയ പലക കഷ്ണത്തിലേറിയിട്ട് കടലോലങ്ങളിലെ തിരമാലകൾ കോളങ്ങൾക്കനുസരിച്ച് ആ കപ്പലിന്റെ പലക കഷ്ണം സഫീന റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് ഒരു കടൽ തീരത്ത് ചെന്നണയുമ്പോൾ ആ കപ്പലിന്റെ പലക കഷ്ണം ചെന്നണയുന്ന കടൽ തീരത്ത് ഉഗ്രപ്രതാപിയായ ഒരു സിംഹം അലറി വിളിക്കുകയാണ്. അഹങ്കാരിയായ സിംഹത്തിന്റെ അലർച്ചയതാ കടലിൽ പ്രതിബിംബം സൃഷ്ടിച്ചു ഭയവിഹ്വലത സൃഷ്ടിക്കുമ്പോ മഹാനായ സഫീന തങ്ങൾ ഭയപ്പെട്ടില്ല. അവിടെ നിന്നതാ വിളിച്ചു പറയുന്നു, അന റസൂല് റസൂലില്ല യാ അബൽ ഹാരിസ്. ഓ സിംഹമേ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ദൂതനാണ് കേട്ടോ. ആ കടൽ തീരത്ത് അഹങ്കാരത്തോടെ തല ഉയർത്തി അലറി വിളിച്ച സിംഹം ആ സഫീന തങ്ങളെ പ്രഖ്യാപനം കേൾക്കുമ്പോ തന്റെ രണ്ട് കൈകളും ആ കടൽക്കരയിൽ നിന്ന് ആ പലക കഷ്ടത്തിന്റെ അരികിൽ കടലിലേക്ക് ഇറക്കി വെക്കുകയാണ്. മഹാനായ സഫീന തങ്ങൾ ആ സിംഹത്തിന്റെ കൈയും പിടിച്ച് കരയിലേക്ക് കയറുന്നു. മഹാനവറുകൾ കരയിൽ കയറിയപ്പോൾ ആ സിംഹം തന്റെ തല താഴ്ത്തി കൊടുക്കുന്നു. ആ സിംഹത്തിന്റെ പുറത്ത് കയറി സഫീന തങ്ങൾ തന്റെ ലക്ഷ്യത്തേക്ക് യാത്ര ചെയ്യുന്നു. ആ ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങിയിട്ട് സിംഹത്തെ അതിന്റെ വഴിക്ക് വിടുന്നു. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അവർ അല്ലാഹുവിനെ പേടിച്ചപ്പോ അവരെ എല്ലാവരും പേടിച്ചുരോ. അതേ മഹാനായ ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അതാ കുറച്ചാളുകളുമായി വനാന്തരത്തിലൂടെ യാത്രക്കിറങ്ങുകയാണ്. മഹാനവറുകൾ തന്റെ കയ്യിലൊരു 13 കരിമ്പിൻ കഷ്ണം സൂക്ഷിച്ചിട്ടുണ്ട്. അവരങ്ങനെ നിബിഡമായ വനാന്തരത്തിലൂടെ യാത്ര ചെയ്യുമ്പോ ആ കാട്ടിനിടയിൽ നിന്ന് കാട്ടാനക്കൂട്ടങ്ങൾ ചിഹ്നം വിളിച്ച് സിഎംഒരുടെ നേരെ ചീറി വരികയാണ്. മഹാനായ സിഎംഒരുടെ കൂടെയുള്ളവർ ഭയപ്പെടുന്നു. അവരല്ലാഹുവിനെ ഭയപ്പെട്ടിട്ടില്ല. പക്ഷേ സിഎംഒര് ഭയപ്പെട്ടില്ല. തന്റെ മുന്നിലേക്ക് വന്ന ആനക്കൂട്ടങ്ങളുടെ തുമ്പിക്കൈയിലേക്ക് കയ്യിലുള്ള ഓരോ കരിമ്പിൻ കഷ്ണങ്ങൾ വെച്ചു കൊടുത്തിട്ട് യാത്രയാക്കുകയാണ്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അവരല്ലാഹുവിനെ പേടിച്ചപ്പോ അവരെ ആരും എല്ലാവരും പേടിക്കുകയാണ്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഉലമ ആകുന്ന വിറാസത്ത് ഏറ്റെടുത്ത മഹാന്മാർ അവർക്കൊന്നിന്റെ മുന്നിലും പതറേണ്ടതില്ല. ഒരു ദുർഘട വഴികളിലും അവർക്ക് പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പടയോട്ടങ്ങളിൽ ഇന്നലെ നമ്മൾ അനുഭവിച്ചത് എന്തൊക്കെയാണ്? ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ റമദാനിൽ നമ്മളൊക്കെ വല്ലാതെ വേദനിച്ചുപോയി. 10-40 കൊല്ലക്കാലമായി പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിം ഇന്ത്യയുടെ
ഇന്ത്യയുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മുസ്ലിം ഇന്ത്യയുടെ പ്രകാശമയാകുന്ന മുഖത്ത് വിളക്കുമാടമായി പ്രജ്വലിക്കുന്ന മർക്കസ്, ആ മർക്കസിന്റെ പരിസരങ്ങളിൽ ആരൊക്കെയോ ചെയ്തു കൂട്ടിയ എന്തൊക്കെയോ കോപ്രാട്ടിത്തരങ്ങള് നമ്മുടെ മനസ്സു വല്ലാതെ വേദനിച്ചുപോയി. വാർദ്ധക്യ സഹജമായ വേദനകൾക്കിടയിലും നമുക്കിടയിലേക്ക് കടന്നു വന്ന് ആ ശൈഖുന ഈ ഉമ്മത്തിന് വേണ്ടി കൈനീട്ടുമ്പോ മക്കൾക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി ബാക്കി വെച്ച നാണയത്തുട്ടുകൾ കീശയിൽ നിന്നെടുത്ത മഹാന്റെ കയ്യിലേൽപ്പിച്ചാൽ തന്റെ മക്കളെ രോഗം മാറുമെന്ന് വിശ്വസിച്ച് ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവന്റെ കീശയിൽ നിന്ന് നീട്ടിയ നാണയത്തൊട്ടുകൊണ്ട് വളർത്തിയെടുത്ത മുസ്ലിം ഇന്ത്യയുടെ നവോത്ഥാന വിളക്കുമാടമാകുന്ന മർക്കസിന്റെ മുന്നില് സാമുദായിക ശക്തി ക്ഷയിപ്പിക്കുന്ന രീതിയില് ഫാസിസ ശക്തികളുടെ കൊടി തങ്ങളുടെ കൊടിക്കുനേരെ ചേർത്തി കെട്ടിക്കൊണ്ട് പരിശുദ്ധ റമദാനിൽ പോലും പകലിൽ നോമ്പെടുത്തുകൊണ്ടോ അല്ലാതെയോ ആ മർക്കസിന്റെ മുറ്റത്തു നടന്ന വിളയാട്ടം എത്രയാ. നമ്മൾ കരഞ്ഞുപോയില്ലേ, സങ്കടപ്പെട്ടുപോയില്ലേ? പക്ഷേ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം, എല്ലാ പ്രതിസന്ധികളുടെ മുന്നിലും പതറാതെ പ്രബുദ്ധ മലയാളിയുടെ മുന്നിൽ അന്നും കാന്തപുരം ഉസ്താദ് പുഞ്ചിരിച്ചിട്ടുണ്ട്. ആ പർവ്വത സമാനമായ മനക്കരുത്തിന്റെ മുന്നിൽ കെട്ടിക്കൂട്ടിയ മുഴുവൻ പന്തലുകളും ആരൊക്കെയോ എങ്ങനെയൊക്കെയോ ഇല്ലാതെയായി പോയില്ലയോ? ആ പർവ്വത സമാനമായ മനക്കരുത്ത് മഹാന്റെ ഹൃദയത്തിൽ പാകപ്പെടുത്തിയതാരാ? പ്രതിസന്ധികളിൽ ഒരു നാട്ടു മാടമ്പിയെയും ഭയപ്പെടാതെ ഇസ്ലാമിക നവോത്ഥാന നൗകയെ കരക്കണയിപ്പിക്കാൻ ഈ മഹാന്റെ ഹൃദയത്തിന് കരുത്തു പകർന്ന മഹത്തുക്കളാരാണ്? സുഹൃത്തുക്കളെ, പ്രയാസങ്ങൾ വരുമ്പോ അറക്കുന്ന വെറുക്കുന്ന ആരോപണങ്ങളെ കൊണ്ട് ഈ ഉമ്മത്തിന്റെ ചെവിടുകളെ മലീമസമാക്കുമ്പോ നമ്മളെല്ലാം സങ്കടപ്പെടുന്നു. പക്ഷേ ആ മഹാനത നിറപുഞ്ചിരിയോട് ഭൂനിലാവ് പോലെ പ്രബുദ്ധ മലയാളികളുടെ മുന്നിൽ ഒരു മുഷിപ്പുമില്ലാതെ പുഞ്ചിരിക്കുന്നു. ആ കാരിരുമ്പിന്റെ മനക്കരുത്തെങ്ങനെ പകർന്നു കിട്ടിയതാ? ഖൗഫില്ലാത്ത മനക്കരുത്തുകൊണ്ട്, മുഷിപ്പില്ലാത്ത ഹൃദയക്കരുത്തുകൊണ്ട് ആദർശരാഹിത്യത്തിൽ ആടിയുലഞ്ഞ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നൗകയെ കരക്കണയിപ്പിക്കാനുള്ള മനക്കരുത്തിലേക്ക് മഹാനെ പാകപ്പെടുത്തിയത് അവിടത്തെ ഗുരുവര്യരും ആത്മീയ നേതൃത്വവുമായ CM ഒരല്ലയോ? അതെ, ഞാൻ ഓർക്കുകയാണ്, പാലക്കാട് ജില്ലയിലെ പാടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മഹാനായ കാന്തപുരം ഉസ്താദ് വഹാബികളുമായ ഒരു വാദപ്രതിവാദം നിശ്ചയിക്കുകയാണ്. ആ വാദപ്രതിവാദത്തിന് പോകുന്നതിന്റെ മുമ്പായി CM കണ്ട് പൊരുത്തം നേടാൻ ശൈഖുന പലപ്പോഴും ശ്രമിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് നടന്നില്ല. അങ്ങനെ അതാ പാലക്കാട് പാടൂരിലേക്ക് വാദപ്രതിവാദത്തിന് പോകുമ്പോൾ വഴിക്ക് മഞ്ഞക്കുളം മക്കാമിലെ ശൈഖുന സിയാറത്തിനിറങ്ങുകയാണ്. ആ മഞ്ഞക്കുളം മക്കാമിലെ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ മടവൂരുകാരനായൊരു മുസ്ലിം മഞ്ഞക്കുളം മക്കാമിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അതേ ശൈഖുനയോട് ആ മലേ മുസ്ലിം പറയുകയാണ്, എന്നെ CM പറഞ്ഞയച്ചതാണ്, നിങ്ങളോട് സംവാദത്തിന് പോകാൻ പറഞ്ഞിട്ടുണ്ട്, സംവാദത്തിൽ വിജയമുണ്ടാകും കേട്ടോ. അങ്ങനെ മഹാനായ കാന്തപുരം ഉസ്താദ് പാലക്കാട് പാടൂരിലേക്ക് സംവാദത്തിന് പോകുന്നു. ആ സംവാദത്തിന്റെ പരിണിതിയായി 90ഓളം വരുന്ന മുസ്ലിം കുടുംബങ്ങള് ബിദ്അത്ത് എന്ന അരാജകത്വത്തിൽ നിന്ന് ഈ സുന്നത്തി ജമാഅത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു വരുന്നു. ആ സംവാദം കഴിഞ്ഞ് ശൈഖുന തിരിച്ചെത്തിയപ്പോഴേക്കോ മഹാനവറുകൾക്ക് ശക്തമായ പനി പടരുകയാണ്. ശരീരം ഇളക്കാനും മനക്കാനും കഴിയാത്ത ശക്തമായ പനി വരുന്നു. ആ പനി പിടിച്ചുകൊണ്ട് ശൈഖുന കിടന്നുറങ്ങുമ്പോൾ അതാ മഹാനവറുകൾ ഒരു വലിയ സ്വപ്നം കാണുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയക്കാരായ ഞങ്ങൾക്ക് ചില സ്വീകാര്യമായ സ്വപ്നങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ.
നാളെ ഇത്തരം ഞങ്ങളെ അനുഭവങ്ങൾ ആരെങ്കിലും ക്ലിപ്പെടുത്ത് സോഷ്യൽ മീഡിയയിൽ അലക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരോടും അന്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ലാൽ സലാം എന്ന് മാത്രമാണ്. ഇത് ഞങ്ങളെ അനുഭവങ്ങളാണ്. നേരത്തെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി മക്ക എന്ന മഹാപുരുഷൻ അതാ കേരളത്തിലെ സുന്നികൾക്ക് മുഴുവനും സ്വീകാര്യനായ മഹാപണ്ഡിതന് പലപ്പോഴും കേരളീയ മുസ്ലിമീങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ആ മഹാൻ പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹു അക്രമക്കും, നിങ്ങളെ അല്ലാഹ് ആദരിച്ച രണ്ട് നിഅമത്തുണ്ട്. ഒന്ന് കാന്തപുരം ഉസ്താദിനെ കൊണ്ടാണ്, മറ്റത് താജുൽ ഉലമയെ കൊണ്ടാണ്. ആ മുഹമ്മദ് അലവി മാലിക്കിയാണ് തന്റെ അനുഭവം പങ്കുവെച്ചത്. പ്രഭാഷകരാകുന്ന ഞങ്ങൾ പറയുന്ന ഞങ്ങളെ വകയുള്ള വിടുവായിത്തമല്ല. വിശുദ്ധ ഹറമിലെ പരിശുദ്ധ ബുഖാരി ദർസ് നടത്തുന്ന പ്രഗത്ഭനായ അറബി പണ്ഡിതൻ അദ്ദേഹം അതാ സുന്നി വചന സംഘത്തിന്റെ ഗോൾഡൻ ജൂബിലിക്ക് വരുമ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി നടത്തിയ പണ്ഡിത കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം പറയുന്നത്, വിശുദ്ധ ഹറമിന്റെ പരിസരത്ത് നിന്ന് പുറത്തു പോകാൻ ഞാൻ തീരുമാനിക്കുമ്പോ എന്റെ ഹബീബിന്റെ പെർമിഷൻ ചോദിക്കാതെ, എന്റെ നേതാവിന്റെ സമ്മതം ചോദിക്കാതെ ഞാൻ പുറത്തു പോകാറില്ല. എന്നാൽ ഇങ്ങനെ ഒരു അഭ്യർത്ഥന ശൈഖ് അബൂബക്കർ എന്നോട് ആവശ്യപ്പെടുമ്പോ എന്റെ പതിവ് ചര്യ അനുസരിച്ച് എന്റെ ഹബീബിന്റെ സമ്മതം കാത്തു ഞാൻ നിന്നു. അങ്ങനെ എന്റെ ഹബീബ് എനിക്ക് സ്വപ്നത്തിൽ നിർദ്ദേശം തന്നതാണ്. ആ കേരളക്കരയിലെ ഇസ്ലാമിക് ഖിദ്മയിൽ പങ്കാളിത്തം വഹിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് എവിടേക്കും ഞാൻ പുറത്തു പോകാറുള്ളൂ എന്ന പോലെ കേരളത്തിലെ ആ ഇസ്ലാമിക സമ്മേളനത്തിലേക്കും ഞാൻ വന്നത് ആ മഹാന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് വിശുദ്ധ ഹറമിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, ലോക മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന ഒരു മഹാൻ വിളിച്ചു പറഞ്ഞാൽ ആ മഹാൻ പറഞ്ഞ ആ സത്യം സ്വീകരിക്കാൻ കേരളത്തിലെ മറ്റൊരു തന്റെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ അലക്കാൻ ഇറങ്ങുന്ന സൈബർ പോരാളികളുടെ പെർമിഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ടൊരു സ്വപ്നം കൂടി ഞാൻ പറയട്ടെ മുസ്ലിമീങ്ങളെ. മഹാനായ കാന്തപുരം ഉസ്താദ് ഉറക്കത്തിൽ കാണുന്നതെന്താണ്? തന്റെ മുമ്പിലതാ ആഴമേറിയതായ ഒരു കടങ്ങ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കടങ്ങിലേക്ക് ആരൊക്കെയോ തന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. ആ മഹാൻ ആ കടങ്ങിലേക്ക് ചാടാതെ രക്ഷപ്പെടാൻ പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. അതാ ഉടനെ ആരോ പിടിച്ചങ്ങ് ആ കടങ്ങിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുമ്പോ പെട്ടെന്ന് ശൈഖുനെ തിരിഞ്ഞു നോക്കുമ്പോ തൊട്ടടുത്ത് CMOരുണ്ട്. അതാ പിറകിൽ CMOര് വിളിച്ചു പറയുകയാണ്, ലാ തഖഫ്, ഭയപ്പെടേണ്ടതില്ല, ഒരിക്കലും പേടിക്കേണ്ടതില്ല. മഹാനായ CMOര് വിളിച്ചു പറയുകയാണ്. ഉടനെ ശൈഖുനെ നെട്ടി ഉണരുന്നു. തന്റെ പനിക്ക് ആശ്വാസമുണ്ട്. നേരം വെളുത്ത് നേരെ CMOരെ തെരഞ്ഞ് കാന്തപുരം ഉസ്താദ് പുറപ്പെടുകയാണ്. ആർക്കും പ്രവേശനം നൽകാത്ത പ്രത്യേക സമയത്ത് കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുമ്പോ മഹാനായ CMOര് വിളിച്ചു പറയുന്നു, അമാ ഖുൽതു ലക അല്ലാ തഖഫ, ഇന്നലെ നിന്നോട് ഭയപ്പെടേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഫഅഖൂലു ലക അൽആന ലാ തഹ്സനി, ഇന്ന് ഞാൻ അതിന്റെ ബാക്കി കൂടി പറഞ്ഞേക്കുകയാണ്, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഏത് പ്രതിസന്ധികൾക്കിടയിലോ പേമാരി പോലെ പെയ്തിറങ്ങുന്ന പ്രബോധന രംഗത്തെ ദുർഘടങ്ങളായ പ്രതിസന്ധികളെ ആദർശ ഗോപുരമാകുന്ന കാന്തപുരം ഉസ്താദ് തന്റെ ഹൃദയക്കരുത്തുകൊണ്ട് പ്രതിരോധിച്ച് ഈ പ്രാസ്ഥാനിക നൗകയെ കരക്കടുപ്പിക്കുമ്പോ അറക്കുന്ന വെറുക്കുന്ന ആക്ഷേപ സ്വരങ്ങളുടെ മുന്നിലും കാന്തപുരം ഉസ്താദിനെ കാത്ത് ഉമ്മത്ത് സമയം കാത്തുകൊണ്ടിരിക്കുമ്പോ സുഹൃത്തുക്കളെ, ആ ഹുസ്നില്ലാത്ത ഹൃത്തടം കൊണ്ട്, ആ ഖൗഫില്ലാത്ത ഹൃത്തടം കൊണ്ട് ആ മഹത്വത്തിന്റെ വിധാനത്തിലേക്ക് മഹാന്മാരെ പാകപ്പെടുത്തിയതാരാ? നമ്മുടെ നേതാക്കളെ രൂപപ്പെടുത്തിയതാരാ? മഹാന്മാരായ ഔലിയാക്കളാണ്. മഹാന്മാരായ
മഹാന്മാരായ സജ്ജനങ്ങളാണ്. ആ ഉലമാക്കൾ അള്ളാന്റെ ഹബീബിൽ നിന്ന് വിറാസത്ത് ഏറ്റെടുത്തതാണ് കറാമത്ത്. അറിവുള്ളവർ